എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ കാര്യമാണ് കാണാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ വിസിറ്റ് DSPCA എന്ന് പറയുന്ന ആനിമൽ റെസ്ക്യൂ ആൻഡ് അഡാപ്റ്റേഷൻ സെൻറ്ററിലോട്ടാണ്. ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും മുറിവേറ്റതും ആരെങ്കിലും ഉപദ്രവിച്ച് വല്ലാത്ത ഒരവസ്ഥയിലായിരിക്കുന്ന മൃഗങ്ങളെ ആംബുലൻസ് വഴി രക്ഷിച്ചുകൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് അവർക്ക് ആവശ്യമാകുന്ന മെഡിസിനും മറ്റു കാര്യങ്ങളും എല്ലാം നൽകി അവരുടെ ഓണറെ കണ്ടുപിടിച്ച് തിരിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു വീട് അവർ കണ്ടുപിടിച്ച് കൊടുക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്യാറ്റ് ഹോട്ടൽ ആണ്. ക്യാറ്റ് ഹോട്ടലും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഡോഗ് ഹോട്ടലുമുണ്ട്. ഹോളിഡേക്കോ വർക്കിനോ പോകുന്ന ആളുകൾക്ക് അവരുടെ പെറ്റ്സിനെ അവർ നോക്കുന്ന പോലെ തന്നെ വളരെ നന്നായി നോക്കാനും മെഡിസിൻ കൊടുക്കുവാനും അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുവാനും വേണ്ടിയിട്ട് അവരെ ഫുൾ ടൈം നോക്കാനായിട്ടുള്ള ഒരു ക്രഷാണ് ഈ കാണുന്നത്. ഇതിനകത്ത് അവർക്ക് പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. DSPCA എന്നത് 1840 രൂപീകരിച്ച ഏറ്റവും പഴയതും എന്നാൽ ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനാണ്. അത് കൂടുതലായിട്ടും ഡൊമസ്റ്റിക് വയലൻസ് ഉള്ളതും പിന്നെ മൃഗങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതുമായിട്ടുള്ള മൃഗങ്ങളെ രക്ഷിക്കാനായിട്ടാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. അഡാപ്റ്റേഷൻ പ്രോഗ്രാം വഴിയായിട്ട് ഏകദേശം 25,000-ഓളം പെറ്റ് ആനിമൽസിനെ ഇങ്ങനെ അവരുടെ ഓണറെ കണ്ടുപിടിക്കാനും സഹായിക്കുന്നു. ഓണറെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത മൃഗങ്ങൾക്ക് പുതിയൊരു വീട് കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയിട്ടും ഈ ഓർഗനൈസേഷൻ സഹായിക്കുന്നു. മൃഗങ്ങളോട് ഉപദ്രവം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നിയമ നടപടികൾ എടുക്കുവാനും വഴിയിൽ ഉപദ്രവിച്ച് കിടക്കുന്ന മൃഗങ്ങളെ ആംബുലൻസ് വഴി ഈ ഒരു ഓർഗനൈസേഷനിൽ എത്തിക്കാനും വേണ്ടിയിട്ട് ഇവർക്കൊരു ടീമുണ്ട്. അത് വളരെ നന്നായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നേരിട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇവിടെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ മൃഗങ്ങളോട് എങ്ങനെ സ്നേഹവും കരുതലും സിമ്പതിയും വളർത്തണമെന്ന് ചെറിയ ക്ലാസ്സിൽ തന്നെ അവരെ നന്നായി പഠിപ്പിക്കുകയും മൃഗങ്ങളോടുള്ള ആ ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കാനായിട്ട് അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു മൊബൈൽ വെറ്റിനറി ക്ലിനിക്കും അവർ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ചികിത്സ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആംബുലൻസ് ആണ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും മുറിവേറ്റതും ആയിട്ടുള്ള മൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള റെസ്ക്യൂ ടീം പോകുന്ന ആംബുലൻസ് ആണിത്. ഈ കാണുന്നതാണ് കുതിരയെപ്പോലുള്ള ഉയരമുള്ള മൃഗങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു വാഹനം. ഇത് മെയിനായിട്ടുള്ള നമ്മുടെ വെഹിക്കിളിൽ കണക്ട് ചെയ്ത് പുള്ളി ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. Hi friends, this is Jillian. She's head of education and media in DSPCA, and we'll have a chat with her. Nice to meet you. And what is this DSPCA? Okay, so we are the Dublin Society for Prevention of Cruelty to Animals. Okay. We're actually the oldest and largest animal charity in Ireland. So we were set up in 1840. So we've been helping animals for 182 years. Oh, This is our shelter here in Rathfarnham. Okay. We're beautiful. We're up in the hills. I'm sure you'll see some of the footage later on. So we're up in the mountains here. You've got Dublin Bay down below us. You've got the Dublin Mountains here. You've the Wicklow Mountains behind us. Okay. And we have 32 acres. Okay. And we're actually a very unique charity in Ireland because of a lot of what we do and how we do things. All right. Okay. So part of it is we have a couple of different areas. So when you drive into the shelter first, you've got there's a private veterinary hospital which we lease out to somebody. Okay. We have our pet boarding facility. Okay. So that looks after people's who when they go on holidays, their dogs, their cats.
we have a doggy daycare, so it's a creche for dogs. Okay. So people bring their dogs and leave them there during the day when they go off to work. Okay. So we have that, and then we also have a dog training academy. So that's a place where people can come, and both we can work with them to train their dogs, and we also train people to become future dog trainers. Is it? Okay. What kind of trainings you are giving for the dogs? So the dogs would be a whole load of different courses. So some of them are just the very basic courses. We start off with the puppies, and it's about puppy socialization. So it's about making sure the puppies know how to sit, how to stay, how to be quiet, how to behave in front of lots of other dogs. All right. And then we move on further to... That is so what they call- interesting. It is really good. So there's other things like rocket recall, which is making your dog come back to you whenever it's off the lead. All right. And all these bits and pieces. So it's Okay. all about having a very well-behaved dog, which is really important when it comes to responsible pet ownership, that your dog is really well-behaved, knows what it's doing, Okay. behaves itself properly, and isn't a nuisance to people. So that's what we do. All and right. then we have more advanced levels as well that we can do. And it's not just in the DSPCA we do the dog training. We have about 12 parks around the city that we also do dog training Okay. classes. So ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജിലിയൻ ആണ്. ജിലിയൻ ഇവിടുത്തെ മീഡിയ ആൻഡ് എഡ്യൂക്കേഷൻ്റെ ഹെഡാണ്. ജിലിയൻ ഈ ഓർഗനൈസേഷനെ പറ്റി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അവർ പറയുന്നത് ഇത് 182 വർഷമായിട്ട് നിലവിലുള്ള ഒരു സ്ഥാപനമാണെന്നും 32 ഏക്കറിലാണ് ഇത് നിലനിൽക്കുന്നത്. ഏറ്റവും വലുതും പഴയതുമായ ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലും പ്രൈവറ്റ് ആയിട്ടുള്ള ആനിമൽ ബോർഡിംഗ്, അതായത് നമ്മൾ നേരത്തെ കണ്ട ക്യാറ്റ് ഹോട്ടലും പെറ്റ് ഹോട്ടലും ആണ്. അതേപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഡോഗ് ട്രെയിനിങ് അക്കാഡമി ഉണ്ട്. അത് നമ്മൾ ഡോഗിനെ ട്രെയിനിങ് ചെയ്യുന്നത് മാത്രമല്ല, ആളുകളെ കൂടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് അവരുടെ പെറ്റ്സിനോട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് എന്നെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ട്രെയിനിങ് കൊടുത്ത ആളുകൾക്ക് മറ്റ് ഡോഗുകളെ ട്രെയിൻ ചെയ്യാനും പറ്റും. ഈ ഡോഗ് ട്രെയിനിങ് അക്കാഡമിയെ പറ്റി കൂടുതലായിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. അവർ ഡോഗ് ട്രെയിനിങ്ങിൽ കൊടുക്കുന്നത്, അതിൻ്റെ ബേസിക് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോഗിന് എങ്ങനെ ഇരിക്കാം, എങ്ങനെ എണീറ്റ് നിൽക്കാം, പിന്നെ എങ്ങനെ ഒരു വീട്ടിൽ ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റും, എങ്ങനെ എല്ലാവരോടും നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം അവർ ഈ ഡോഗിനെ പഠിപ്പിക്കുന്നുണ്ട്. മുറിവേറ്റതും ഉപദ്രവിച്ചതുമായ മൃഗങ്ങളെ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് പല ഏരിയയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള വെറ്റിനറി നഴ്സസ് ആദ്യം തന്നെ ഈ മൃഗങ്ങളെ കാണുന്നു. അവർക്ക് മെയിനായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവർക്കൊരു വീട് കണ്ടുപിടിച്ച് ഒരു വീട്ടുകാരെ ഏൽപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ജിലിയൻ പറയുന്നത് ഇവിടെ ഒരു ഐസൊലേഷൻ യൂണിറ്റ് ഉണ്ട്. രോഗം പടരുന്ന തരത്തിലുള്ള മൃഗങ്ങളെ പ്രത്യേകമായിട്ടും ആ ഒരു ഐസൊലേഷൻ റൂമിലോട്ട് മാറ്റി എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രത്യേക ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന 2 ചെറിയ ക്യൂട്ടായിട്ടുള്ള പന്നിക്കുഞ്ഞുങ്ങളെയാണ്. ഇതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുതുതായി പണിത പൂച്ചകൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു പ്രത്യേക ഒരു ഷെൽട്ടറാണ് നമ്മൾ കാണുന്നത്. വളരെ ഭംഗിയായിട്ട് ഓരോ പൂച്ചയ്ക്കും ഓരോ ക്യാബിൻ വെച്ച് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് മെയിനായിട്ടും കുഞ്ഞുങ്ങളുള്ള പൂച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ലാസ്റ്റ് കാണുന്നത് ഒരു ഐസൊലേഷൻ റൂമാണ്. അതായത് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന മറ്റു പൂച്ചകളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യേണ്ട പൂച്ചകളെ ഇടുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. അപ്പം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ ക്യാബിൻ പോലെ കാണുന്നുണ്ട്. ആ ഒരു ക്യാബിൻ്റെ സ്ഥലത്താണ് ആ ഒരു കുഞ്ഞുങ്ങളെ സേഫ് ആയിട്ട് അവർ സൂക്ഷിക്കുന്നത്. So that's the hatchery behind us. We've got the office building here. So this is our shop area and the office area. We have, this is what we call our rehabilitation kennels or treatment kennels. So this is full of all the dogs that are sick or injured or have come into us as cruelty cases. So we seize a lot of animals as part of cruelty. So that's where the dogs are all down there. And you can see they've lots of different runs and spaces they can exercise. And then we'll head down to some of the other animals. So here's the backs of the treatment kennels. We've lots of different little exercise areas. These are some of our resident goats. Sometimes say hello, and you've got a lovely view there over of the city of Dublin. It's a bit wet and rainy today, so you can't see very far. All right. And then we
have lots of animals. So we have 32 acres, and I don't know if you can see, but the hedge there where all the trees are, that's the edge of ours. Okay. And we have a walk that's just under 2 kilometres that people can actually walk around the whole land. Okay. One of the other things that we did, because we were having problems with our wastewater, Okay. we used to have a septic tank, and we got rid of that, and we now have what they call a reed bed system. So it's Okay. a system where the water filters into pond after pond after pond, and it's filtered naturally, Okay. and then goes out into the stream, and it's beautifully clean. You can actually drink it out there. It also means we get lots of extra wildlife. Okay. So it's lovely. I'll show you. So you can see we've got lots of dogs eating drones. That's so cute. Having a good sleep after all their exercise. Yeah. Oh, so cute. Okay. Oh, dancing. Okay. This is our duck pond. Okay. We have lots and lots of the white ducks, and that is because last summer lots of children were sold ducklings. Okay. It was a TikTok trend where people were buying ducklings and videoing themselves. Ah, yeah. So people were then buying ducklings and selling them to children. Okay. So it was a really bad trend. We took in nearly 200 ducklings, Okay. and this is just what the few we have left. So yeah. So this here is fantastic reuse of things. We love reusing things here in the DSPCA. This was a trailer we used to bring out, Okay. full of information. So it was part of our education program. We would bring it out to schools, we'd bring it to events. Okay. It wasn't very good for pulling because it's a big trailer. So rather than throwing it away, we turned it into a coffee shop. Okay. So this is our coffee shop, which will be used for the public. It's used by the staff at the moment. It'll be used by the public. And then we have the lovely seating area. Okay. And you can see the beautiful surroundings that we have around here. ഇപ്പോൾ കാണുന്ന ഈ ഡോഗിൻ്റെ കഴുത്തിൽ ഒരു കോൺ പോലുള്ള സാധനം ഇട്ടിരിക്കുന്ന കാണാം. ഇത് സർജറി കഴിഞ്ഞ ഡോഗാണ്. അതിൻ്റെ സ്റ്റിച്ചസിൽ നക്കുകയോ അല്ലെങ്കിൽ ആ സ്റ്റിച്ച് അത് പുള്ളി ചെയ്യുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിവെൻഷനായിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അടുത്തതായി വിസിറ്റ് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഡോഗ്സിൻ്റെ ഐസൊലേഷൻ യൂണിറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡോഗിൻ്റെ റൂമിലും അത് പ്രത്യേകമായിട്ട് അവരുടെ പേരും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് മെഡിക്കേഷൻസ്. ഓരോ ഡോഗിൻ്റെയും മെഡിക്കേഷൻസ് പ്രത്യേകമായിട്ട് അത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് ടൈമിൽ കൊടുക്കാനായിട്ട് ഒരു നേഴ്സും അവിടെയുണ്ട്. പിന്നെ നമ്മൾ ഐസൊലേഷൻ വാർഡിൽ ചെല്ലുന്ന പോലെ തന്നെ ഓരോ കളർ കോഡിൽ ഓരോ ഡോഗിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. റെഡിൽ കാണുന്നത് സിവിയർലി കണ്ടേജിയസ് ആണ്, ഒത്തിരി ഇൻഫെക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അതിനെ മറ്റാരും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. യെല്ലോ കുറച്ച് ഓക്കെ ആയിട്ടുള്ള ഡോഗാണ്. പിന്നെ അത് ആൻറ്റിബയോട്ടിക് എല്ലാം കഴിഞ്ഞ ഡോഗാണ്. പിന്നെ ഗ്രീൻ സൈൻ കാണുന്നത് ആ ഡോഗിനെ പുറത്ത് കൊണ്ടുപോകാനും നടത്തിക്കാനും എല്ലാം പറ്റുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ പട്ടിയുടെയും പേരും അവരുടെ ആ ഫുഡ് ഹാബിറ്റും അവരുടെ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എല്ലാ കാര്യങ്ങളും. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ പറ്റി എങ്ങനെ നമ്മൾ എഴുതുന്നോ അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇവർക്ക് എഴുതാനുണ്ട്. വെറ്റിനറി ഡോക്ടർ ഈ ഡോഗ്സിനെ ഫ്രീക്വൻ്റ്ലി വിസിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഓക്കെ ആയിട്ടുള്ള ഡോഗിനെ മേലെയുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ അവർ കൺസൾട്ടേഷന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു
ഡോഗിൻ്റെ പ്രോഗ്രസ് നോട്ടാണ്. അതിൽ ഡെയിലി ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്, അവരുടെ ആ എല്ലാ കാര്യങ്ങളും, ഡെയിലി റെക്കോർഡ്സ്, മെഡിക്കേഷൻ, എല്ലാത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ റൂമിൻ്റെ മുമ്പിലും ഹാങ് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബോർഡാണ്. അതിൽ ഓരോ പട്ടിയുടെയും പേരുകൾ, അവർക്ക് എന്തെല്ലാമാണ് അവർക്ക് ആവശ്യമുള്ളത്, അവരെ നടത്താൻ കൊണ്ടുപോകാൻ പറ്റുമോ, എപ്പോഴാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്, സ്റ്റാഫിന് മാത്രമേ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് എഴുതിയ ഒരു ബോർഡാണ് നമ്മൾ കാണുന്നത്. വളരെ അത്ഭുതപ്പെട്ടു പോകും ഇവർ ഒരു ആനിമലിന് കൊടുക്കുന്ന കെയർ കാണും. അതിലൂടെ ചുറ്റി നടന്നപ്പോൾ കണ്ട ഒരു കാര്യമാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ആ ഒരു പട്ടിയെ ഫിസിയോതെറാപ്പി കൊടുക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ കാലുകൾക്കെല്ലാം വീക്ക്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഫിസിയോതെറാപ്പി കൊടുക്കുന്നതാണ് കാണുന്നത് നമ്മൾ. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കാണ്. ഈ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കിൽ ഒരു റിസപ്ഷനുണ്ട്. പിന്നെ എല്ലാ ആനിമൽസിനുള്ള പ്രത്യേകതരം ഫുഡുണ്ട്, പിന്നെ മെഡിക്കേഷൻസ് ഉണ്ട്, എല്ലാമുണ്ട്. പിന്നെ അതിന് ശേഷം മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺസൾട്ടേഷൻ റൂം കാണാനായിട്ട് സാധിക്കും. ആ കൺസൾട്ടേഷൻ റൂമാണ് ഈ കാണുന്നത്. ഈ 2 റൂംസാണ് ഇവിടെ ഉള്ളത്. അതിന് മുമ്പിൽ കാണുന്ന സോഫയിലാണ് പട്ടിയോ പൂച്ചയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഡോക്ടറെ കാണുന്നതിന് മുമ്പുള്ളത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും എനിക്ക് തോന്നുന്നില്ല നമ്മൾക്കൊക്കെ ഇത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.